യഥാർത്ഥത്തിൽ ഇത് വിജയിച്ചു എന്ന് അവകാശപ്പെടാം. യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ്ക്കും അതുപോലെ മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിയൂ. CPM-നകത്ത് പോലും ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ അവരെന്തിനാ ശ്രമിക്കുന്നത്? ഇപ്പൊ ശ്രമിക്കുന്ന ആളുണ്ടോ? ആളില്ലയോ? ഒഴിഞ്ഞ കസേരകൾ നിങ്ങളാണല്ലോ. ഒഴിഞ്ഞ കസേരകൾ ആരാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത്? മാധ്യമങ്ങളാണ്. എന്താ പറയുന്നത്? ഇപ്പൊ പറയുന്നത് AI-യുടെ ഭാഗമായിട്ട് ഒഴിഞ്ഞ കസേരകൾ കണ്ടു എന്നാണ്. എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒഴിഞ്ഞ കസേരകൾ വന്നത്. അത് AI അല്ല, MI ആണ്. മലയാളികളുടെ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് മലയാളികൾക്ക് ബോധ്യമുണ്ട് ഇത് ഭക്തന്മാരെ, വിശ്വാസികളെ വഞ്ചിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി നടത്തുന്ന ഒരു സംഗമമാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസി അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് മലയാളിയുടെ ബുദ്ധിശക്തി അല്ലെങ്കിൽ അവരുടെ ബോധ്യത്തിൽ നിന്നാണ് ആളുകൾ മാറുന്നത്. അതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്ററോട് പറയാനുള്ളത്, MI-യെ കബളിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. മലയാളി എല്ലാ കാര്യങ്ങളെയും വളരെ ശക്തമായി നോക്കിക്കാണുന്നവരാണ്, കരുതലോടെ നോക്കിക്കാണുന്നവർ. യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം വായിച്ചു കഴിഞ്ഞാൽ CPM ഉണ്ടാക്കുന്ന പുകിലെന്താണ്? എന്താ CPM മൗനം പാലിക്കുന്നത്? യഥാർത്ഥത്തിൽ അവിടെ നടന്നത് മതേതര സംഗമമല്ല, മതേതര വിരുദ്ധ സംഗമമാണ്. യാതൊരു സംശയം വേണ്ട. അത് യഥാർത്ഥത്തില് അയ്യപ്പ സംഗമമല്ല, ഐക്യ സംഗമമാണ്. BJP-യും CPM തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ അയ്യപ്പ സംഗമത്തിലൂടെ കണ്ടത്.